നമസ്കാരം. കഥകൾ ഇഷ്ടപ്പെടുന്ന ഏവരെയും ഞാൻ DK നോട്ട്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നെൽപ്പാടങ്ങൾക്കിടയിലെ ആ വരമ്പിലൂടെ ധൃതി വെച്ചായിരുന്നു അന്നും ശിവപ്രിയ നടന്നിരുന്നത്. അമ്പലത്തിലേക്കുള്ള അവളുടെ പതിവ് യാത്രയായിരുന്നു അത്. അല്പം കൂടി താമസിച്ചാൽ പള്ളിക്കൂടം വിട്ടുപോകുന്ന മാഷിനെ കാണാൻ കഴിയില്ല. മാഷ് എന്നോർത്തപ്പോഴേ അവളുടെ മുഖത്തൊരു നാണം കലർന്ന ചിരി മിന്നിമാഞ്ഞു. രാമചന്ദ്രൻ മാഷിനെ വിശേഷിപ്പിക്കാൻ ഗ്രാമത്തിലുള്ളവർക്ക് 100 നാവായിരുന്നു. അവൾക്കും. നല്ല ഉയരം, വെളുത്ത നിറം, നല്ല ഉറപ്പുള്ള വിരിഞ്ഞ മാറുകൾ, മടക്കുകൾ വീഴാത്ത വെളുത്ത മുണ്ടുമുടുത്ത്, വെളുത്ത കുപ്പായത്തിൻ്റെ കൈകളും വടുവിന് തെറുത്തു വെച്ച് ഭംഗിയുള്ള ചുരുണ്ട മുടി വശത്തേക്ക് ഒതുക്കി ചീകിയ ആ രൂപം ഏത് ജനക്കൂട്ടത്തിനിടയിലും വേറിട്ട് തന്നെ നിന്നിരുന്നു. ഏവർക്കും ഹൃദയം തുറന്നൊരു ചിരി സമ്മാനിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. ആ ചിരിയിൽ തെളിയുന്ന കവിളിലെ ചെറിയ കുഴിയും കട്ടിമീശയും അദ്ദേഹത്തിൻ്റെ പൗരുഷത്തിന് മാറ്റുകൂട്ടി. എങ്കിലും കാര്യത്തോടെ അടുക്കുമ്പോൾ അതിനൊത്ത പക്വതയും ഗൗരവവും തൻ്റെടവും കാണിച്ചിരുന്ന അദ്ദേഹം ഒരിക്കൽ അന്നാട്ടിലെ പ്രധാന റൗഡി വാസുവുമായി ഒന്നുരസി. അവസാനം കയ്യാങ്കളി ആയപ്പോഴേക്കും വടക്കൻ കളരിയിലെ മർമ്മവിദ്യ പ്രയോഗിച്ച് പൂട്ടിയ അദ്ദേഹം അയാളെ ഒരാഴ്ചയാണ് കിടത്തിയത്. അയാൾ ഇപ്പോൾ മാഷിൻ്റെ കൈക്കാരനായി കഴിയുന്നുണ്ട്. ആ ഒരു സംഭവം കൂടി ആയപ്പോൾ അദ്ദേഹം ആ നാട്ടിലെ എല്ലാവരുടെയും ബഹുമാനപാത്രമായി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ചായക്കടയിൽ എന്നും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന നേരത്ത് മാഷിനെ കാണാനും പരിചരിക്കാനും അവൾ ഉത്സാഹം കാട്ടിയിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളെ നോക്കാനോ സംസാരിക്കാനോ അദ്ദേഹം മുതിർന്നിട്ടില്ല എന്നത് അവളിൽ ലേശം സങ്കടമുണർത്തിയിരുന്നു. പാടവരമ്പത്തെ വിജനമാം അവസരത്തിലെങ്കിലും അദ്ദേഹം തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഒരു വാക്ക് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെയാണ് അവൾ എന്നും വൈകിട്ട് അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് പോകുന്നത്. പക്ഷേ പതിവ് പോലെ അവളെ കണ്ടതും അവൾക്ക് പോകാൻ വഴിയൊരുക്കി അടുത്ത വരമ്പിലേക്ക് മാറി നിന്ന് കൊടുക്കുകയായിരുന്നു അന്നും മാഷി ചെയ്തത്. കടന്നു പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ ഒരു കടാക്ഷത്തിനു വേണ്ടി അവൾ കൊതിയോടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയെങ്കിലും അന്നും നിരാശയായിരുന്നു ഫലം. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് അത് പതിവായതുകൊണ്ട് തന്നെ തൻ്റെ സങ്കടം മുഴുവൻ അവൾ ഇറക്കി വെച്ചിരുന്നത് അമ്പലത്തിലെ ദേവിയുടെ നടക്കിലായിരുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അടുത്ത ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു തിരികെയുള്ള യാത്രയിൽ ഉടനീളം. പക്ഷേ അടുത്ത ദിവസം മാഷിന് സന്തോഷത്തോടെ ഉച്ചയൂണ് വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്ന അവളുടെ ചെവിയിൽ ആ വാർത്തയെത്തി. ആ നാട്ടിലെ പ്രധാന തറവാട്ടിലെ പെൺകുട്ടിയെ മാഷിനു വേണ്ടി വിവാഹം ആലോചിച്ചിരിക്കുന്നു. അതും തൻ്റെ അച്ഛൻ തന്നെ. പെണ്ണ് കാണാൻ മാഷിൻ്റെ വീട്ടുകാർ വരുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അവളൊന്ന് നടുങ്ങി. ഉള്ളിലെ പിടച്ചിൽ ആ കണ്ണുകളിൽ പ്രതിഫലിച്ചു. അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. അതും മാഷിൻ്റെ കൈകളിൽ തന്നെ. അന്ന് മാഷ് അവളെ തലയുയർത്തി നോക്കി. അവൾ അത്രയും നാൾ കൊതിച്ച ആ നോട്ടം പക്ഷേ അവൾ തീർത്തും ആഗ്രഹിക്കാത്ത നിമിഷത്തിലായിരുന്നെന്ന് മാത്രം. വേഗം ചോറും കറികളും വിളമ്പി അവൾ അവിടെ നിന്ന് മറഞ്ഞു. പിന്നീടുള്ള ദിനങ്ങളിൽ മാഷ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴൊന്നും മാഷിനെ പരിചരിക്കാൻ അവൾ ഉത്സാഹം കാട്ടി ഇറങ്ങി വന്നില്ല. വൈകുന്നേരങ്ങളിൽ അമ്പലത്തിലേക്കുള്ള അവളുടെ പതിവ് യാത്രയും അവിടെ അവസാനിച്ചിരുന്നു. ദിനങ്ങൾ കടന്നുപോയി. ധനുമാസത്തിലെ തിരുവാതിര, അവളുടെ 21ാം ജന്മദിനം. തൻ്റെ സങ്കടം ദേവിയോട് കൂടിയുള്ള പരിഭവമായി മാറിയിരുന്നതുകൊണ്ട് പിറന്നാളിനും അവൾ അമ്പലത്തിൽ പോകാൻ മടിച്ചു. അമ്മയുടെ നിർത്താതെയുള്ള ശകാരം കാരണം ഒടുവിൽ അന്ന് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയെല്ലാം അന്ന് അത്രയും കാലം വ്യഥാ കിനാവ് കണ്ട് ആ വഴി നടന്നു തോർത്ത് അവൾ ഊറിച്ചിരിച്ചുകൊണ്ടിരുന്നു. ആ കണ്ണുകളും നിറഞ്ഞിരുന്നു. അലസമായി നടന്ന അവളുടെ കാൽ കല്ലിൽ തട്ടി പാടത്തേക്ക് വഴുതിപ്പോയി. വീണു എന്നുറപ്പിച്ച നിമിഷം വീഴാൻ തുടങ്ങിയ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് താങ്ങിയ ബലിഷ്ഠമായ കൈകളിലേക്ക് അവൾ നോക്കി. പുഷ്പം പോലെ അവളെ ആ കൈകൾ പിടിച്ച് നേരെ നിർത്തി. പെട്ടെന്ന് ആ കൈകളിൽ നിന്നും കുതറിമാറിയ അവളുടെ കണ്ണുകൾ ആ കൈകളുടെ ഉടമസ്ഥനെ തിരഞ്ഞു. അവിടെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നു. ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചെളിയിൽ വീണേനേലോ, അവൻ ചോദിച്ചു. അത് കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ ചെറുപുഞ്ചിരിയോടെ അവൾ തിരക്കി. എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ഇത്തിരി വടക്ക് നിന്നാണ്.
ഇവിടുത്തെ സ്കൂളിലെ രാമചന്ദ്രൻ മാഷിൻ്റെ അനുജനാണ്. പേര് രവി. ചേട്ടനെ കാണാൻ ഇറങ്ങിയതാണ്, കൂട്ടത്തിൽ ഈ നാടും നാട്ടാരെയും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാഷിൻ്റെ പേര് കേട്ടതോടെ അവൾ പിന്നെ അവിടെ നിന്നില്ല. ഒന്നും പറയാതെ പരമ്പത്തേക്ക് ഇറങ്ങി നടന്നകന്നു. ഒരു നന്ദി വാക്ക് പോലും പറയാതെയുള്ള അവളുടെ ആ നടത്തം അവനൊരു കൗതുകത്തോടെ നോക്കി നിന്നുപോയി. പരിഭവത്തോടെയാണ് അമ്പലത്തിലെത്തിയതെങ്കിലും മുഖച്ചാർത്തിൽ സുന്ദരിയായി ചിരിച്ചിരിക്കുന്ന ദേവി വിഗ്രഹം കണ്ടതും അവളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം പോയി മറഞ്ഞു. അന്ന് ദീപാരാധന കണ്ടു മടങ്ങാമെന്ന് കരുതി നിൽക്കവേ ദേവീ സന്നിധിയിൽ തൊഴുതുകൊണ്ടിരുന്ന ഒരു മനുഷ്യനിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നുപോയി. കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് അയാൾ. നല്ല ഉയരം, മടക്കുകളില്ലാതെ ഭംഗിയായി ഉടുത്തിരുന്ന കസവുമുണ്ടും തോളിൽ കൂടി മടക്കിയിട്ടിരുന്ന കസവ് നേരിയതുമാണ് വേഷം. വിടർന്നുയർന്ന നെറ്റിത്തടങ്ങൾ, നീണ്ട നാസിക, വൃത്തിയായി വെട്ടി നിർത്തിയിരിക്കുന്ന കട്ടിമീശ, വശ്യത നിറഞ്ഞ ഒരു പുഞ്ചിരി ഊറി നിൽക്കുന്ന ചുണ്ടുകൾ. ആ വെളുത്ത മുഖത്ത് ചെറു രോമങ്ങൾ തളർത്തു നിൽപ്പുണ്ട്. വിടർന്ന നെഞ്ചിൽ നിറഞ്ഞ രോമങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന തൃശൂലത്തിൻ്റെ ലോക്കറ്റോട് കൂടിയ മാല ഇടയ്ക്കിടെ തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്പലത്തിലെ വിളക്കിൻ്റെ പ്രഭ കൂടിയായപ്പോൾ അയാൾ ഒരു ദേവനെ പോലെ തോന്നിച്ചു. ആ മുഖത്തേക്ക് കണ്ണുകൾ എടുക്കാതെ നോക്കി നിൽക്കുകയാണവൾ. ഇതുവരെ താൻ അങ്ങനെ ഒരു പുരുഷനെ കണ്ടിട്ടില്ല. ശരിക്കും അയാൾ മനുഷ്യൻ തന്നെയോ അതോ ദേവനോ? അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവൾ അങ്ങനെ നിന്നപ്പോൾ തിരുമേനി പ്രസാദവുമായി വന്ന് ഉറക്കെ വിളിച്ചു. രഘുനന്ദനൻ, തിരുവാതിര. അവൻ കണ്ണുകൾ തുറന്നു. അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അവൾ ഞെട്ടി. അവൻ്റെ ആ വെള്ളാരം കണ്ണുകൾ, ഹോ എന്ത് ഭംഗിയാ കണ്ണുകൾക്ക്! ഒരു ആത്മകഥം പോലെ അവൾ പറഞ്ഞതായിരുന്നുവെങ്കിലും അമ്പലത്തിൻ്റെ നിശബ്ദതയിൽ ശബ്ദം പുറത്തു വന്നു. അവനും അത് കേട്ടു. അവളെ നോക്കി. ഇരുവരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടി. അടുത്തതായി അവളുടെ പേരായിരുന്നു വിളിച്ചത്. ശിവപ്രിയ, തിരുവാതിര. അവൾ തിരുമേനിയെ നോക്കി പ്രസാദം വാങ്ങിച്ചു. രഘുനന്ദനൻ്റെ കണ്ണുകൾ അവളുടെ മേലിലും മുടക്കി നിന്നു. വാലിട്ടെഴുതിയ വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും താമരേതറുകൾ പോലെ മനോഹരമായ ചുവന്ന ചുണ്ടുകളും. അതിനു മുകളിൽ ഒരു കറുത്ത മറുകും കൂടിയായപ്പോൾ ഭംഗിയേറിയതായി തോന്നി. അവളുടെ നെറ്റിയിൽ ചാർത്തിയ ഭസ്മക്കുറിയും അതിന് നടുവിലെ ചുവന്ന സിന്ദൂരവും അവളുടെ മുഖത്തിന് ഒരു ദൈവിക സൗന്ദര്യം നൽകിയിരിക്കുന്നുവോ? നിതംബം മറയ്ക്കും വിധം തുമ്പു കെട്ടിയിട്ട് അതിൽ തുളസിക്കതിർ ചൂടിയ ചുരുണ്ട മുടി, അമ്പലത്തിലെ ശില്പങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഉടലഴകുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പട്ടുപാവാടയും ബ്ലൗസും ധരിച്ചിരിക്കുന്ന അവളിൽ അവൻ്റെ തിളങ്ങുന്ന വെള്ളാരം കണ്ണുകൾ ഒഴുകി നടന്നു. പ്രസാദം വാങ്ങി തിരിഞ്ഞ അവൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ചെറുനാണത്തോടെ കണ്ണുകൾ താഴ്ത്തി നടന്നു തുടങ്ങി. തുടർഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.